Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So പറഞ്ഞ പോലെ ഞാൻ വാക്കുപാലിച്ചു. കൊമേഴ്സ് സെക്ഷൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ സിംഗിൾ ലൈനേഴ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു പീപ്പിൾ ആർ ലൈക്കിംഗ് ദിസ് സീരീസ് ദെൻ ഗീവ് എ തംസ് അപ്പ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ മെനി ഓഫ് ദം ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വി വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കിൻ്റെ ബാലൻസ് ആണ്. നമ്മൾ ഇന്നലെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറച്ച് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് പഠിച്ചു അല്ലേ? അഗ്രസീവ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, അതുപോലെ തന്നെ ഹെഡ്ജിങ് അപ്രോച്ച് ഓർക്കുന്നുണ്ടോ? സോ അതിൽ തന്നെ അഗ്രസീവ് അപ്രോച്ചിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹൈ റിസ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ തന്നെ ഹൈ റിട്ടേൺ അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുമെന്നുള്ളത് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫേം യൂസസ് മോർ ഷോർട്ട് ടേം ഫണ്ട്സ് ഫോർ ഫിനാൻസിങ് ബോത്ത് കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. ഇറ്റ്സ് ഫിനാൻസിങ് പോളിസി ആസ് അഗ്രസീവ് ആൻഡ് റിസ്കി. അഗ്രസീവ് ആണെങ്കിൽ അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പോൾ ഫേമിൽ അവർ കൂടുതൽ ഷോർട്ട് ടേം ഫണ്ട്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് കറണ്ട് അസറ്റിനും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിനും കൂടുതൽ അവർ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫിനാൻസിങ് പോളിസി എന്ന് പറയുന്നത് അഗ്രസീവും അതുപോലെ തന്നെ റിസ്കിയും ആയിരിക്കും എന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഈസ് ക്ലിയർ ടു യു, റൈറ്റ്? The next point we are going to discuss is ideal time. Ideal time എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is a duration for which production center available for operation is not utilized due to shortage of tooling, material and operation. എന്തിൻ്റെയോ കാരണം കൊണ്ട്, അത് ചിലപ്പോൾ ഷോർട്ടേജ് ഓഫ് ടൂൾസിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കുറവുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്മൂത്തായിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു ടൈമിനെയാണ് ഐഡിയൽ ടൈം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ടൈം എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ടൈം വേസ്റ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇരിക്കുന്ന ടൈം എന്ന് ഞാൻ മെൻഷൻ ചെയ്തത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, പ്രസൻസ് ഓഫ് ഡെറ്റ്. ഡെറ്റ് ഏത് ടൈപ്പ് ഓഫ് ലിവറേജിലാണ് പ്രസൻറ്റബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ആൻഡ് ഓപ്ഷൻ ഡി ഇപ്പോൾ നൺ ഓഫ് ദ അബോവ് ആണെന്ന് വിചാരിക്കൂ. പ്രസൻസ് ഓഫ് ഡെറ്റ് വരുന്നത് ഫിനാൻഷ്യൽ ലിവറേജിലാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജിലാണ് പ്രസൻസ് ഓഫ് ഡെറ്റ് ഉള്ളത്. അത് ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ തിങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിരുന്നു. അപ്പം ഞാൻ ഫിനാൻഷ്യൽ ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഒരു ഹോൾ ത്രൂ ഔട്ട് ഒരു ഓവറോൾ പിക്ചർ തരുന്നൊരു വീഡിയോ ഞാൻ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ അധികം പോയിൻറ്റ്സ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറേ അധികം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പ്രസൻസ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അൺലിവേർഡ് ഫേം എന്ന് പറയുന്നത് നോ ഡെറ്റാണ്. ആ ഒരു ഫേമിന് അവർ ഡെറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നാണ് അൺലിവേർഡ് ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടേംസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിൻറ്റ്സ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നൗ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് 2 points വിച്ച് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 പോയിൻറ്റും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടുപ്പിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് കൂടെ സൈഡിൽ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പോയിൻ്റ് ഇങ്ങനെയാണ്: ഇറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിവിഡൻഡ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. സോ അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞത് DM = DY എന്ന് ചിന്തിച്ചാൽ മതി. അണ്ടർസ്റ്റുഡ്? DM കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് പെർ ഷെയറും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, DM. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താ കിട്ടണേ? DY. നമ്മൾ ഡേറ്റ്, മന്ത്, ഇയർ എന്ന് പറയില്ലേ, അതല്ലേ ഈ DMY കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ DM എന്ന് പറയുമ്പോൾ =DY ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയറും ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? DY, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈസി ആവും, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഡിവിഡൻഡ് പെർ ഷെയർ ആൻഡ് ഏർണിംഗ് പെർ ഷെയർ നമ്മൾ 2 ടേമും കേട്ടിട്ടുള്ളതാണ്.
നേരത്തെ പറഞ്ഞ എന്താണ് ഡിവിഡൻഡ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് പെർ ഷെയറും അതുപോലെ തന്നെ ഏർണിംഗ് പ്രൈസ് പെർ ഷെയർ എന്നാണ്. ഏർണിംഗ് പെർ ഷെയർ എന്നുള്ളത്. സോ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. DM ഈക്വൽ ടു DY ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ DE ഈക്വൽ ടു വാട്ട്? DP. DE ഈക്വൽ ടു DP. ഓർത്തെടുക്കാൻ ഈസി അല്ലേ? DM ഈക്വൽ ടു DY ആണെങ്കിൽ DE ഈക്വൽ ടു DP. ഓക്കെ. DM എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ, അതുപോലെ തന്നെ M എന്ന് പറയുന്നത് മാർക്കറ്റ് പെർ ഷെയർ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ആൻഡ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയറും ഏർണിംഗ് പെർ ഷെയറും. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന, ഈവൺ എനിക്ക് പോലും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനായിരുന്നു ഈ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോയും അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും. പക്ഷേ ഈ ഒരു നിമോണിക് ക്രിയേറ്റ് ചെയ്തതോടെ എൻ്റെ കൺഫ്യൂഷൻ മുഴുവൻ സോൾവ് ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു പോയിന്റ് ഷെയർ ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ. കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏത് ഹെഡിൻ്റെ കീഴിൽ വരും? ഓവർ ഹെഡ്. ഓവർ ഹെഡിൻ്റെ കീഴിലാണ് കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ. കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓക്കെ. ഇനി ആ ഒരു സെക്ഷനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും വളരെയധികം ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു പോർഷനാണ്. സോ ഇതിൽ നമ്മൾ പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ഓവർ ഹെഡ്. എല്ലാവർക്കും ഫിക്സഡ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റും എല്ലാവർക്കും അറിയാം. പക്ഷേ സെമി വേരിയബിൾ ഓവർ ഹെഡ് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. സോ അതിൻ്റെ ഒരു 2-3 എക്സാമ്പിൾസ് ഉണ്ട്. അതാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ടെലിഫോൺ ചാർജസ്, ഡെപ്രിസിയേഷൻ ഓൺ മെഷീൻ, പിന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. ഈ 3 സെമി വേരിയബിൾ ഓവർ ഹെഡിൻ്റെ കാറ്റഗറിയിലേക്ക് വരുന്നത്. എന്തെല്ലാമാണ്? ടെലിഫോൺ ചാർജസ്, ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. ഈ 3 കാര്യങ്ങളാണ് സെമി വേരിയബിൾ ഓവർ ഹെഡിൽ വരുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ടെലിഫോൺ ചാർജ്, ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. ഈ 3 കാര്യങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ടൈം സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ്. സോ ടൈം സ്റ്റഡീൻ്റെ കുറച്ച് പോയിൻറ്റുകളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാൻഡർഡൈസിങ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഓക്കെ. ദെൻ അസൈൻ ദ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ദെൻ ഫിക്സ് ദ വേജ് റേറ്റ്. ആദ്യം നമ്മൾ ഒരു ഓപ്പറേഷനെ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്തു. ഓക്കെ. സ്റ്റാൻഡർഡൈസിങ് ഓപ്പറേഷൻ. ദെൻ അസൈനിങ് ദ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ദ ലാസ്റ്റ് ഫിക്സ് ദ വേജ് റേറ്റ്. ആദ്യം നമ്മൾ ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ് ചെയ്തു, ദെൻ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം അസൈൻ ചെയ്തു, ദെൻ വേജസിൻ്റെ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ, റൈറ്റ്? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് നമ്മൾ മാർക്കറ്റിങ്ങിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈവൻ ദോ നമ്മൾക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു പോയിൻ്റാണ്. പ്രോഫിറ്റ് ഏത് സ്റ്റേജിലാണ് കൂടുന്നതെന്ന്. ഓക്കെ. പ്രോഫിറ്റ് ഇൻക്രീസസ് ഇൻ വിച്ച് സ്റ്റേജ്. ഓക്കെ. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ അത് സാച്ചുറേഷൻ സ്റ്റേജ് ആയിരിക്കും. സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏറ്റവും അതിൻ്റെ ആ ഒരു ഹൈപ്പിലെത്തുന്ന ഒരു സ്റ്റേജാണ് സാച്ചുറേഷൻ സ്റ്റേജ്. ഓക്കെ. സോ സാച്ചുറേഷൻ സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിളിലാണ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് കൂടെ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്? ഇനി നെക്സ്റ്റ് പോയിന്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻ. ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻ ഏത് സെക്ഷനിലാണ് വരുന്നത്? മേക്ക് ഓർ ബൈ ഡിസിഷനിലാണ് ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻ. അതായത് മേടിക്കണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ഡിസിഷനിൽ നിന്നാണ്. മറ്റുള്ളവരോട് കുറച്ചും കൂടെ കാര്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് മേടിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. സോ ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റും എങ്ങനെയാണ് അവരുടെ ഡയറക്ഷൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ക്യാരിയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് എന്ന്. പക്ഷേ ഏത് ഡയറക്ഷനിൽ കൂടിയാണ് അവർ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയണ്ടാവില്ല. സോ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ മൂവ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. The last point today we are going to discuss is the common approach to decide
അബൌട്ട് ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. സോ നമ്മളൊരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് അപ്രോച്ച് ചെയ്യുന്ന ഒരു കോമൺ അപ്രോച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാല്യുവേഷൻ അപ്രോച്ച്, EBIT ആൻഡ് EPS അപ്രോച്ച് ആൻഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്. ഈ 3 അപ്രോച്ചസ് ആണ് നമ്മളൊരു കോമൺ അപ്രോച്ചായിട്ട് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.